നാളെ ഞായറാഴ്ച ഈ ഞായറാഴ്ച പോണം, അടുത്ത ഞായറാഴ്ച പോണം. നാളെ 9 മണി തൊട്ട് 1 മണി വരെ. റയർ കോമ്പിനേഷൻ ചമ്മന്തിപ്പൊടി ആൻഡ് തൈര് ഫോർ ദോശ ആൻഡ് ഗ്രൗണ്ട് നട്ട് ഓയിൽ അല്ലേ. ഹാബിറ്റ്സിനെ പറ്റി ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ അവർ അവരുടെ ഡോക്ടർ പറഞ്ഞു അത്ര 6 മണിയുള്ള ഡിന്നർ തീർക്കണമെന്ന്. ഇതാ കുരങ്ങൻ്റെ അടുത്ത് പൂമാല കൊടുത്താൽ മതി. ആ ഫ്ലവർ മൊത്തം പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുത്ത്. അയ്യോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് റെന്റിന് എടുത്ത ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പൊ തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. റെന്റൊക്കെ ഓൾറെഡി കൊടുത്തതാണ്, ഇനിയിപ്പോ ഡ്രസ്സ് തിരിച്ചു കൊടുത്താൽ മതി. ഇതാ കുരങ്ങൻ്റെ അടുത്ത് പൂമാല കൊടുത്താൽ മതി. ആ ഫ്ലവർ മൊത്തം പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുത്ത്. അയ്യോ. എന്തുവാ കാണിക്കുന്നത്? അത് വെച്ചിട്ട് അതിനടുത്തിന്റെ കുത്തി തിരികെ വെച്ചിട്ട്. ഇത് കുഞ്ഞാവയ്ക്ക് തന്നതാണ് സ്കൂളില്, ഇത് അമ്മയ്ക്ക് തന്നതാണ് കേട്ടോ. ഇനി ഒരു സന്തോഷമില്ലാത്തൊരു വാർത്ത ഉണ്ട്. നാളെ സ്കൂളുണ്ട്, അതല്ലേ? നാളെ ഞായറാഴ്ച ഈ ഞായറാഴ്ച പോണം, അടുത്ത ഞായറാഴ്ച പോണം. നാളെ 9 മണി തൊട്ട് 1 മണി വരെ. 9 തൊട്ടിട്ട് 1 മണി വരെ. എൻ്റെ പരീക്ഷ തിങ്കളാഴ്ച. ഈ തിങ്കളാഴ്ചയും എൻ്റെ പരീക്ഷയാണ്, അടുത്ത തിങ്കളാഴ്ച എൻ്റെ പരീക്ഷയാണ്. +2 എൻ്റെ സബ്ജക്റ്റ്. അതുകൊണ്ട് അങ്ങനെയാണ്. നാളെ വെയിലത്ത് പോണം. കുടിക്ക് എടുത്തിട്ടില്ല. ഇപ്പൊ കരടി ചീത്ത പറയും എവിടെ. കരടി ചീത്ത പറയും കേട്ടോ. രണ്ടാളും ഇരുന്ന് കണ്ടോളി കാർട്ടൂൺ. നിങ്ങൾക്ക് ഏതായാലും സീരിയൽ വെക്കാൻ യോഗമില്ല. ഓള് ഇവിടെ ഉള്ള സ്ഥിതിക്ക് കാർട്ടൂൺ അല്ലാണ്ട് വേറെ ഒന്നും ഓടുമില്ല ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഇങ്ങനെ കവറിലിട്ട് വെച്ചോണ്ട് വാടിയിട്ടില്ല. നാളെ 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 ഒരെണ്ണം, മറ്റേത് ഒരെണ്ണം. ഇങ്ങനെ ചെവി വെച്ചിട്ട് പോവോ? കുറച്ചുകൂടി കട്ട് ചെയ്യണം. കിട്ടാനുള്ള പൈസ 1.5 മാസമായിട്ടും വന്നിട്ടില്ല. 10th ബോർഡ് മീറ്റിംഗ് നടക്കാൻ പോണത്. അതിനുശേഷം മാത്രമേ അതിന്റെ വിവരം അവർ പറയുള്ളൂ. അത്ര എന്ന് തരാം, എപ്പോൾ തരാന്നുള്ളത്. പാസ്സാവണമെങ്കിൽ ബോർഡ് മീറ്റിംഗ് പോകണം അത്ര കമ്പനിയിൽ. വർക്ക് കഴിഞ്ഞ് 1.5 മാസമായി. അന്യായം കാണിക്കല്. ഇപ്പൊ എങ്ങനെ ഇതാക്കും? എപ്പോഴെത്ര കിട്ടാ? 10ാം തീയതി ബോർഡ് മീറ്റിംഗ്. ആ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവര് ഇടുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുള്ളൂ. 12, 13 ആയിട്ട് ഇടണ പോലെ ആയിരിക്കുന്നു തോന്നുന്നു. ന്യായമൊന്നും കാണിക്കില്ല. ഇങ്ങനെ പണി പിടുങ്ങി എല്ലാ വർക്കൊക്കെ അയച്ചു കൊടുത്ത് അതിനുള്ള റെമ്യൂണറേഷൻ തരില്ല എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ചെയ്യാൻ. ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കിട്ടുന്ന ഒരു എട്ടിന്റെ പണി ഇതാണ്. പറഞ്ഞ സമയത്ത് പൈസ കിട്ടൂല, പക്ഷെ കിട്ടും. പക്ഷെ പ്ലെയിനിലേ കിട്ടുള്ളൂ. ദോശ ഉണ്ടാക്കട്ടെ? ആയില്ലേ? 6:45 ആയിട്ടേ ഉള്ളൂ. ദോശയുടെ പണി ഇത് അവിടെ തുടങ്ങി കഴിഞ്ഞു. ഇത് ഡിന്നറാണ് അല്ലേ? എല്ലാരും അറിയട്ടെ. ഹാബിറ്റ്സിനെ പറ്റി ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ അവർ അവരുടെ ഡോക്ടർ പറഞ്ഞു അത്ര 6 മണിയുള്ള ഡിന്നർ തീർക്കണമെന്ന്. പിന്നെ അഥവാ പിന്നെ വിഷന ഫ്രൂട്ട്സോ പഴമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തീർക്കണം, അല്ലെങ്കിൽ ഡൈജഷൻ ആവാൻ കഷ്ടം. നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണെന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ ഫുഡ് ഡൈജഷൻ ആവാനും കറക്റ്റായിട്ട് ബോഡിയിൽ പിടിക്കാനും ബോഡിക്കൊക്കെ റെസ്റ്റ് കിട്ടാനൊക്കെ 6 മണി 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിക്കുന്നത് നല്ലത് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. സയന്റിഫിക് ആയിട്ട് നോക്കിയാലും സംഭവം കറക്റ്റാണ്. ദോശ ഉണ്ടാക്കാനായി പുക വരുന്നുണ്ട്. അയ്യോ പൊട്ടി, നല്ല ചൂടാണ്. ഇതെവിടുന്ന് ദോശക്ക് തൈര് കൂട്ടി കഴിക്കുന്ന കോമ്പിനേഷൻ? ഇതെവിടുന്ന് പഠിച്ച്? ഞാൻ ചെയ്യാറുണ്ടല്ലോ. നൈസ് കോമ്പിനേഷൻ. ഏത്? ചെറുപയർ ദോശക്കാ? അതിന് തൈര് നല്ലതാ? വെളുത്ത ദോശക്ക് നല്ലതാ. ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. ഇതിപ്പോ ഞാൻ മാത്രമേ ചെയ്യുള്ളൂ എന്നാ ഞാൻ കരുതിയത്. ഞാൻ തട്ടിപ്പിന് വെറുതെ ട്രൈ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ, അച്ചാറ് ചമ്മന്തി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടിയാണിത്. നല്ല ഉപ്പിട്ടിട്ട് കൂട്ടി കഴിച്ചാൽ നല്ല രസം ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. നാളെ ഞാൻ പാല് കൊണ്ടുവരാം. ഒന്ന് വർത്താനം പറഞ്ഞു നിന്നപ്പോഴേക്ക് കരിയാൻ പോണു. വരകൊള്ളി പോലെ നമ്മുടെ ദോശ. മുരിഞ്ഞത് വേണം. ഒന്നായിട്ട് തിരിഞ്ഞപ്പോഴേക്ക് അത് നല്ല ഇതായിപ്പോയി. റയർ കോമ്പിനേഷൻ ചമ്മന്തിപ്പൊടി ആൻഡ് തൈര് ഫോർ ദോശ ആൻഡ് ഗ്രൗണ്ട് നട്ട് ഓയിൽ അല്ലേ. കടലെണ്ണ അല്ലത്? കൊളസ്ട്രോൾ നല്ലതാണെന്ന് പറഞ്ഞ് ഡോക്ടർ. ഇത് കടലെണ്ണയാണ്? എള്ളെണ്ണയാ? കടലെണ്ണ.
ഗ്രൗണ്ട് ഓയിൽ. തൈര് കൂട്ടിയിട്ട് കഴിച്ചിട്ട് എക്സ്പ്രഷൻ കാണിച്ച് ഇയാൾക്ക് സ്ഥിരം കഴിക്കലുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എടുക്കുന്നുണ്ട്. നല്ല കോമ്പിനേഷനാണ്. പച്ചമുളക് ഞാൻ ചെയ്യാം. ഞാൻ കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുറച്ച് ഒരേ അര പച്ചമുളക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ്. ആ എന്തിനാ പൈറ്റിനായിക്കോട്ടെ. വാവന്തിനെ ഇവിടെ വെക്കണേ? അതായിക്കോളൂ, അത് തീറായിക്കോളും. വാവ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ അത് കുറഞ്ഞോളും. അതിൻ്റെ ടൈം കാത്തിക്കുക. അതിങ്ങനെ കുറയണത് നോക്കിയിട്ടേ അതൊരു 5-10 മിനിറ്റായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ 24-25 എന്നിട്ടിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ചുവന്ന സാരി ഇതിനകത്ത് കിടന്നിട്ട് ഉണക്കുമല്ലോ. ആ ഉണക്കാത്ത സമയത്ത് ചോദിക്കുകയാണ് ഇതെന്താ സ്ട്രോബെറി കിടന്ന് ഇറങ്ങണമെന്ന്. ഞാനിവിടെ തുണി തോരിക്കിട്ടുകൊണ്ടിരിക്കുന്നു. വാവക്കുട്ടി സൈക്കിൾ ഓടിച്ച് പഠിക്കുന്നു. ഇതുവരെ വാവക്കുട്ടിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് പഠിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആ സപ്പോർട്ടിങ് ചക്രങ്ങളുള്ളതുകൊണ്ടാണ് ഓടിക്കണത്. എത്ര ദിവസം വേണ്ടി വരുമെന്നാവല്ലേ. വലിയവർക്കൊക്കെ 4-5 ദിവസം കൊണ്ട് പഠിക്കണമെന്നാണ്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൂലല്ലോ, അതാ പ്രശ്നം. വേനൽക്കാലത്തും മഴക്കാലത്തും ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഇവിടെ ഇഷ്ടംപോലെ വാങ്ങിക്കും. ഇതൊന്നും മഴക്കാലത്ത് വാങ്ങിക്കുകയില്ല, കിട്ടൂല്ല അധികമൊന്നും. ഇത് ഈ സമയത്തിനാണല്ലോ. ഓരോ സമയത്തിന് അല്ലെങ്കിൽ ഓരോ ഫ്രൂട്ട്സിനും ഒരു ട്രെൻഡ് ഉണ്ടല്ലോ സീസൺ വൈസ് ആയിട്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഈ വാട്ടർ മെലണ് ഇതേപോലെ കവറിനകത്ത് പൊതിഞ്ഞിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഈ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ചെയ്യുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറേ ദിവസം കൂടുതലിരിക്കും. ഇത് ഓപ്പണാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ വെക്കുമ്പോൾ കൂടുതൽ ലൈഫ് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? ഞാനിങ്ങനെയാണ് ചെയ്യാറ്. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ കഴിയാറായി. അപ്പം അമ്മൂന് സൺഡേ നാളെ ജോലിക്ക് പോകണം എന്നുള്ള ആ ഒരു സാഡ് ന്യൂസോട് കൂടി ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.